ഒരു ഐഡിയ ഇല്ല. സിനിമ തന്നെ ഐഡിയ ഇല്ല. അടുത്ത സിനിമ ഏതാണെന്ന് എനിക്ക് ഞാൻ വളരെ പരമാർത്ഥം പറയുകയാണ് കേട്ടോ. ഐ ഹാവ് നോ ഐഡിയ. അടുത്ത ഇപ്പോൾ പക്ഷെ അങ്ങനെ ഒരു ധാരണ കുറേ കാലമായിട്ടുണ്ട്. ബി ഉണ്ണികൃഷ്ണൻ ഒന്ന് കറക്കി വിളിച്ചാൽ ശ്രീ മോഹൻലാൽ, ശ്രീ മമ്മൂട്ടി, ശ്രീ പൃഥ്വിരാജ് ഒക്കെ വെറുതെയാണ്. ഞാൻ സിനിമ വരുന്ന 98, 99. ഫസ്റ്റ് ഞാൻ മോഹൻലാലിൻ്റെ സിനിമ ചെയ്യുന്ന 2008. അപ്പോൾ എത്ര നാളായി? 10 വർഷമായില്ലേ. 2008 കഴിഞ്ഞിട്ട് ഞാൻ മോഹൻലാൽ സിനിമ ചെയ്യുന്ന 2012. 4 വർഷം. 14 ഞാൻ ഒരു സിനിമ ചെയ്യുന്നു. പിന്നെ ചെയ്യുന്നത് 17. പിന്നെ 5 വർഷം കഴിഞ്ഞിട്ടാണ് അടുത്ത സിനിമ ചെയ്യുന്നത്. 4-5 വർഷം കഴിഞ്ഞിട്ടാണ്. ഇടവേളകൾ എപ്പോഴും ഉണ്ട്. എല്ലാവരുമായിട്ട് സൗഹൃദമുണ്ട്. അതും സിനിമയായിട്ട് എന്താണ് കൺവിൻസ് ചെയ്യുന്ന ഒരു സംഗതി വേണം. പിന്നെ ഞാൻ വിളിക്കുന്നതുകൊണ്ടൊന്നുമല്ല ഇവർ സിനിമ ചെയ്യുന്നത്. ഇവർ കേട്ട് ഇവർക്കും കൂടി താല്പര്യമുള്ള സിനിമകൾ മാത്രമേ ചെയ്യാറുള്ളൂ. അവരുമായിട്ട് ചെയ്യുന്ന സിനിമകളിൽ ഇപ്പം ചിലതിലെല്ലാം ഞാൻ നിർമ്മാണ പങ്കാളിയായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റിസ്ക്കും ഞാൻ എടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ എൻ്റെ സിനിമകൾ പൊതുവേ വലിപ്പമുള്ള സിനിമകൾ ഉണ്ടാക്കാനാണ് ഞാൻ നോക്കുന്നത്. എന്നെക്കാളും വളരെ ഗിഫ്റ്റഡ് ആയിട്ടുള്ള യങ് ഡിറക്ടേഴ്സ് ഇവിടെയുണ്ട്. ചെറിയ സിനിമകൾ, കൃഷ്ണാന്ത് മാത്രമല്ല, നമ്പർ ഓഫ് പീപ്പിൾ. അപ്പം നമുക്ക് ഒരു ടെറൈൻ വേണമല്ലോ. അതെന്താണ്? വലിപ്പമുള്ള സിനിമകൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങളിലാണ് എൻ്റെ മനസ്സിൽ. പക്ഷേ ഞാൻ ചിലപ്പോൾ ഇതൊന്നുമില്ലാത്ത എനിക്ക് താല്പര്യമുള്ളൊരു, ഞാൻ തുടങ്ങിയത് ജലമർമ്മരത്തിലാണ്, അതുപോലുള്ളൊരു സിനിമ ചിലപ്പോൾ ഞാൻ ചെയ്തേക്കാം, ചെയ്തില്ല എന്ന് പറയും. എന്തായാലും അടുത്ത സിനിമ എന്താണെന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചാൽ എൻ്റെ മുമ്പിൽ അടുത്തൊരു സിനിമ ഇല്ല ഇതുവരെ. ആശയം ഇല്ല എന്നുള്ളത്. ഉണ്ടാകണേ ഉണ്ടാവട്ടെ എന്നുള്ളതേ ഉള്ളൂ. അതിലും എനിക്ക് വലിയ ബേജാറില്ല. പിണറായി സഖാവിനെ എങ്ങനെ പൊതുസമൂഹം കാണുന്നത് ശരിയുണ്ടെന്നാണ് വിചാരിക്കുന്നത്? ഒരു ധാർഷ്ട്യക്കാരനായ മുഖ്യമന്ത്രിയായിട്ട്. അതൊക്കെ പ്രതിച്ഛായല്ലേ, നിർമ്മിതിയല്ലേ? അതെ, അങ്ങനത്തെ ഒരു പ്രതിച്ഛായുണ്ട്. അപ്പുറത്ത് ഏറ്റവും കേരളത്തില് മാധ്യമങ്ങളുടെ പരിലാളനം ഒട്ടും കിട്ടാത്ത ആളാണ് പിണറായി വിജയൻ. ഡെഫിനറ്റ്ലി. അപ്പം മാധ്യമങ്ങളുടെ സപ്പോർട്ടിലല്ല പിണറായി വിജയൻ ഉണ്ടായിരിക്കുന്നത്. പിണറായി വിജയനായിട്ട് തന്നെ നമ്മുടെ മുമ്പിലുണ്ട്. അത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ വായിക്കാം. ആ വായനകളിൽ പെടുന്നതാണ് നിങ്ങൾ ഈ പറഞ്ഞ സംഗതി. പല പുറങ്ങളുള്ള ഒരു പുസ്തകമാണ് പിണറായി വിജയൻ. അതിൽ നിങ്ങൾക്ക് ഏത് പുറം വേണമെങ്കിലും വായിക്കാം എന്നുള്ളതാണ്. എനിക്ക് വളരെ അടുപ്പമുള്ള സഖാവാണ്. നിങ്ങൾ പറഞ്ഞ അദ്ദേഹം എപ്പോഴും അദ്ദേഹമായിട്ട് തന്നെ നിലനിൽക്കുന്ന ആളാണ്. നിങ്ങൾക്ക് യോജിക്കാൻ വയ്യ. അതിപ്പോൾ ഇതിനെപ്പറ്റിയും പറയുന്നില്ല. അല്ല, അവിടെയാണ് ചോദിക്കാനുള്ളത്. ഈ നയതന്ത്രം അത്ര വശമില്ല അങ്ങനെ തോന്നുന്നുണ്ടോ? ഇപ്പൊ ചില പേരുകളൊക്കെ എടുത്ത് പറയൂലോ പത്രസമ്മേളനത്തിന്. അപ്പൊ ചിലപ്പോൾ പറയേണ്ടത് പറയണം. അപ്പൊ അത് ആളുകൾക്ക് വേദന ഉണ്ടാക്കില്ലേ? എന്തായിരിക്കും ഭവിഷ്യ? ഇപ്പൊ ബിജു മേനോന്റെ പേരെടുത്ത് പറയുന്നു. പേര് പറഞ്ഞ ബിജു ഞാനുമായിട്ടുള്ള സൗഹൃദത്തിന്റെ പ്രശ്നമൊന്നും അത് ബാധിക്കുകയില്ല. അങ്ങനെയൊന്നും ഉള്ളതല്ലോ. നമുക്ക് ചില കാര്യങ്ങളിൽ നമുക്ക് നിലപാട് പറയേണ്ടപ്പോൾ നമ്മൾ നിലപാട് പറയണം. ആ നിലപാട് തെറ്റാണെന്ന് പിന്നീട് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ എൻ്റെ കമ്മിറ്റികളിൽ പറയാറുണ്ട്, എൻ്റെ ആ നിലപാട് തെറ്റിപ്പോയി, അല്ലെങ്കിൽ നമ്മളെടുത്ത തീരുമാനം തെറ്റിപ്പോയി എന്ന് പറയാറുണ്ട്. നിങ്ങൾ കേൾക്കുന്നത് എന്നെ മാത്രമേ ഉള്ളൂ. അതിന് പുറമെ ഒരു വലിയ സംഘടനയുണ്ട്. അവിടെയൊക്കെ ചർച്ച ചെയ്തിട്ട് ബോധ്യപ്പെടുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. പിന്നെ കുറേ കഴിയുമ്പോൾ എന്താവും എന്നറിയോ, അതിനകത്ത് അവരെനിക്കൊരു സ്വാതന്ത്ര്യം തരും, എനിക്ക് സംസാരിക്കാം. എന്നിട്ട് അത് റാറ്റിഫൈ ചെയ്യാൻ മതി അവർ. അങ്ങനെയുള്ളൊരു സംഗതിയും കൂടി ഉണ്ട് അതിനകത്ത്. അപ്പോൾ നിലപാട് പറയേണ്ടടുത്ത് പറയുന്നതിന് എനിക്കൊരു ഭയവുമില്ല. ഞാൻ ആരെയും ഭയക്കണ്ടേ? അങ്ങനെയുള്ള ഒരു ഭയവുമില്ല നമുക്ക്. പക്ഷെ തെറ്റിപ്പോയി എന്ന് പറയുന്നതിനും എനിക്ക് വലിയ ബുദ്ധിമുട്ടില്ല. അതൊരു കുറവായി കണക്കാക്കുന്നില്ല. അതെന്തിനാണ് കുറവാകുന്നത്? തെറ്റണ്ടേ? എപ്പോഴും ശരിയാവുന്ന എന്തൊരു ബോറാണ്. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല, ഒരു മനുഷ്യനും ഇല്ല. മനുഷ്യനെന്ന് പറഞ്ഞാൽ എന്താണ്? തെറ്റുകളുടെ ഒരു കൂമ്പാരമാണ് അല്ലേ? സോ ലൈഫ് ഈസ് എ ജേർണി ത്രൂ എറേഴ്സ്. അതിനെ നിങ്ങൾ ഓൺ ചെയ്യുക. അല്ലാതെ ശരി മാത്രം എന്തൊരു ബോറാണ്. ഈ തിയേറ്ററിൽ മൊമെന്റ്സ് ഉണ്ടാക്കുന്ന ബി ഉണ്ണികൃഷ്ണൻ ഉണ്ടല്ലോ. ഇപ്പോൾ മിസ്റ്റർ ഫ്രോഡ് എന്നുള്ള സിനിമ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് തിയേറ്ററിൽ. പെട്ടെന്ന് ലാലേട്ടൻ ഒരു സീനിൽ വാശൂരാണ്. അപ്പോൾ എല്ലാവരും വിചാരിച്ചു വാശി വരുന്നത് എപ്പോഴും കണ്ടുകൊണ്ടാണ്. അപ്പോൾ അതിനകത്ത് തന്നെ ഒരു ഫോർത്ത് വോൾ ബ്രേക്ക് ചെയ്യുക പോലെ ഇത് ഞാൻ ഒരുപാട് സിനിമകൾ കണ്ടുള്ളൂ. ഇത് അങ്ങനെ അങ്ങ് പോട്ട് എന്ന് പറയുന്ന സമയത്ത് മാത്രം തിയേറ്ററിൽ ഒരു റപ്ഷൻ ഉണ്ടായിരുന്നു. ഈ തിയേറ്റർ മൊമെന്റ്സ് കറക്റ്റായിട്ട് കിട്ടുക, അതായത് അപ്പുറത്തെ സൈഡിൽ നമ്മൾ നോക്കുമ്പോൾ അഭിമുഖങ്ങളിലൊക്കെ തന്നെ കുമാരനാശാന്റെ കവിതകളെ പറ്റിയൊക്കെ മണിക്കൂറുകളോളം സംസാരിക്കുന്ന ബി ഉണ്ണികൃഷ്ണനാണ് അവിടെ ഉള്ളത്. ഇപ്പുറത്ത് തിയേറ്റർ മൊമെന്റുകൾ ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. ഈ സ്കില്ല് എവിടെ നിന്ന് അച്ചീവ് ചെയ്യുന്നത്? നിങ്ങൾ പറഞ്ഞ ഈ ആളുണ്ടല്ലോ, ഉണ്ണികൃഷ്ണൻ, അയാൾ ഒരാളല്ല, ഇപ്പൊ വേറെ ഏതോ ഒരാളാണ്. അപ്പൊ അങ്ങനെ പല ആളുകളുണ്ട്. അതില്
ഷാജി കൈലാസിൻ്റെ പടം കണ്ട് കൈയടിക്കുന്ന ഒരാളുണ്ട്, ആ ഒരു ജോഷി സാറിൻ്റെ പടങ്ങൾ കണ്ട് കൈയടിച്ച ഒരാളുണ്ട്, ശശികുമാർ സാറിൻ്റെ പടങ്ങൾ കണ്ട ഒരാളുണ്ട്, നമ്മൾ തിയേറ്ററിൽ രജനീകാന്തിൻ്റെ പടം കാണുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരാളുണ്ട്. എനിക്ക് അങ്ങനെ ഹാങ് അപ്സ് ഒന്നുമില്ല. കുമാരനാശാൻ്റെ കവിത അറിയാമെന്ന് പറഞ്ഞിട്ട് കമ്മേഴ്ഷ്യൽ സിനിമ എൻജോയ് ചെയ്തുകൂടാന്ന് പറയുന്ന ഒരു പരിപാടിയും നമുക്കില്ല. സോ നമ്മൾ തിയേറ്ററിലിരുന്ന് നമുക്ക് അങ്ങനത്തെ ചില മൊമെന്റ്സ് നമ്മൾ അനുഭവിച്ചിട്ടുണ്ടല്ലോ. അപ്പം നമ്മുടെ എഴുത്തിൽ അങ്ങനെ സ്വാഭാവികമായിട്ട് വരികയാണെങ്കിൽ വരട്ടെ. പിന്നെ ഇതൊന്നും സ്വാഭാവികമല്ല, ഇതൊക്കെ ഫോഴ്സ്ഡ് തന്നെയാണ്. നമ്മൾ ഒരു സാധനം എറിച്ചു ഇല്ലെങ്കിൽ ഇല്ല എന്നുള്ളതാണ്. അപ്പം അത് നമുക്ക് തിയേറ്ററിലെ അറിയാവും, വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ടൈഗർ എന്ന് പറഞ്ഞ സിനിമ ഞാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിനൊരു പ്രിവ്യൂ ഉണ്ടായിരുന്നു ചെന്നൈയിൽ, പ്രിയദർശൻ്റെ 4 ഫ്രെയിംസിലായിരുന്നു അത്. അപ്പോൾ ആ പ്രിവ്യൂ നടക്കുന്നുണ്ട്. അന്ന് ഞാൻ എൻ്റെ മൊബൈൽ എനിക്ക് തോന്നുന്നു ഇപ്പോൾ യൂസ് ചെയ്യുന്ന നമ്പർ എടുത്തത് 1 മാസം പോലും ആയിട്ടില്ല. അന്ന് ഇത്രയും കണക്ടിവിറ്റി ഒന്നുമില്ല. ആ സിനിമ പ്രിവ്യൂ തീർന്നപ്പോൾ ഏതാണ്ട് ഒരു 1:30 മണിയോ മറ്റോ ആയി രാത്രിയിൽ. അപ്പോൾ മലയാളത്തിലെ ഏറ്റവും വലിയ എഴുത്തുകാരും സംവിധായകനായിട്ടുള്ള ഒരാളും ഏറ്റവും വലിയ പ്രൊഡ്യൂസറായിട്ടുള്ള ഒരാളും രണ്ടുപേരും കൂടി എന്നെ അത് കഴിഞ്ഞ് വിളിച്ചിരുന്നു. എൻ്റെ അപ്പോൾ എടുത്ത മൊബൈലിൽ കിട്ടിയ കോളാണ്. അപ്പോൾ അവർ പറഞ്ഞു അടുത്ത സിനിമയെ നോക്കാമെന്ന് പറഞ്ഞു. ഈ പടം വമ്പൻ പരാജയമാകും, ശരിയായില്ല എന്ന് പറഞ്ഞു. സമാധാനിപ്പിക്കുകയാണ്. നമുക്കിനി അടുത്തേ നോക്കാമൊന്നുമില്ല, കഴിഞ്ഞ ഫിലിം അങ്ങനെ നന്നായില്ല, അപ്പം ഇത് നന്നായില്ലെങ്കിൽ പരിപാടി തീർന്നു. അപ്പം അങ്ങനെ പറഞ്ഞപ്പോൾ ഞാനാകെ ഇത് പോയോ, നമ്മുടെ ജഡ്ജ്മെൻറ്റ് ഇല്ലല്ലോ. അപ്പോൾ പിറ്റേ ദിവസം ഞാൻ അതുകൊണ്ട് തന്നെ ഈ ഫോണിലൊന്നും അറ്റൻഡ് ചെയ്യാതെ, കാര്യം സിനിമ റിലീസാണ്. അങ്ങനെ ന്യൂൺ ഷോ കഴിഞ്ഞപ്പോൾ അവിടെയും ഈ ഉദയനാണ് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവനായി വന്നത്. ഉദയകൃഷ്ണനാണ് എന്നെ വിളിച്ച് ലാൻഡ് ലൈനിൽ വിളിച്ച് പറയുന്നത്, വെളിയിലിറങ്ങുന്ന സിനിമ ഭയങ്കര ഹിറ്റാണ്, ഗംഭീര ക്ലൈമാക്സ് ആണ്, അത് ആളുകൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നു. അപ്പോൾ അത് ഈ പ്രിവ്യൂ തിയേറ്ററിൽ കണ്ട ഈ സംവിധായകൻ്റെ നിർമ്മാതാവിൻ്റെ കുഴപ്പമല്ല. സിനിമയുടെ ഒരു മാജിക് എന്ന് പറഞ്ഞാൽ നമുക്ക് ആളുകൾ നിറഞ്ഞിരിക്കുന്ന അവിടെ പോയി കാണുമ്പോഴേ മനസ്സിലാവുള്ളൂ. പക്ഷെ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സ്ഥലത്തായിരിക്കും ആളുകൾ റെസ്പോണ്ട് ചെയ്യുന്നത്. നമ്മളിവിടെ ഷുവറായിട്ട് റെസ്പോണ്ട് ചെയ്യുന്ന പ്രതീക്ഷിക്കുന്ന സ്ഥലത്ത് ആളുകൾ ചിലപ്പോൾ വെറുതെ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതൊരു അതുകൊണ്ടാണ് അതൊരു ഗാമ്പിളായിട്ട്. പക്ഷെ പ്രതിച്ഛായ്ക്ക് അങ്ങനെ ഒരു ഷുവർ ഷോട്ട് സ്വഭാവം ഉണ്ടെന്ന് അണിയറയിൽ ഒരു ബൂം ക്രിയേറ്റ് ആവുന്നുണ്ട്, പോസിറ്റിവിറ്റി ക്രിയേറ്റ് ആവുന്നു. എനിക്കങ്ങനെയൊന്നും, എനിക്കിപ്പോൾ ഇത്രയും നാളൊക്കെ ആയില്ല, ഇത്രയും സിനിമയായില്ല, എനിക്കങ്ങനെയൊന്നും കോൺഫിഡൻസോ ഭയമോ ഒന്നും എനിക്കില്ല. നമ്മൾ ചെയ്യാനുള്ളത് ചെയ്യുക, അത് വിടുക. അത് ആദ്യത്തെ ദിവസം ഞാൻ സ്ഥലത്ത് പോലും ഇല്ല, ട്രാവൽ. എന്നിട്ട് ഇവരൊക്കെ വിളിച്ച് പറയുമ്പോൾ നമ്മൾ ഒരു എന്താണെന്ന് വെച്ചാൽ നോക്കും, അത്രയേ ഉള്ളൂ.